ക്രിസ്റ്റി അവരെ രണ്ടുപേരെയും വീടിന് മുൻപിൽ ഇറക്കിയിട്ട് വീണ്ടും പള്ളിയിലേക്ക് തന്നെ ചെന്നു. അവിടെ എവിടെയെങ്കിലും CCTV ക്യാമറയുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി. പപ്പയും റയാനും കൂടി വീട്ടിലേക്ക് ചെന്നതും എല്ലാവരും ഹാളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. മമ്മിയും ഋഷുവിൻ്റെ ഫാമിലിയും. അവരെ രണ്ടുപേരെയും കണ്ടതും മമ്മി പെട്ടെന്ന് എഴുന്നേറ്റ് പാപ്പൻ്റെ അടുത്തേക്ക് ചെന്നു. ചായ, മോളെ കുഞ്ഞിനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? അവരെ കിട്ടിയോ ചായ? അവർ അയാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. എന്നാൽ അയാൾ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ അവരെ നോക്കി തലയാട്ടി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും എന്താ തിരികെ വന്നേ? അവരെ രണ്ടുപേരും അന്വേഷിക്കാൻ പോകാത്തത് എന്താ? അവർക്കുള്ളിൽ ഭയത്തോടെ അവരോട് ചോദിച്ചു. മമ്മി സമാധാനമായിട്ടിരിക്കുക. ചേട്ടായിമാരെ അവരെ അന്വേഷിക്കാൻ പോയിട്ടുണ്ട്. എല്ലാവരും കൂടി ഒരിടത്തേക്ക് തന്നെ അന്വേഷിച്ചാൽ നമുക്ക് പെട്ടെന്ന് അവരെ കണ്ടെത്താൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ഞാനും പപ്പയും കൂടി വേറെ വഴിക്ക് അന്വേഷിച്ചാലോന്നാ. ഞങ്ങൾ വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാ. റയാൻ അവരെ സമാധാനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. അവരെപ്പറ്റി ഒരു തുമ്പ് പോലും കിട്ടിയില്ലേ? ഋഷുവിൻ്റെ പപ്പ സംശയത്തോട് ചോദിച്ചു. ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാ വഴിക്കും അന്വേഷിക്കുന്നുണ്ട്. ഇപ്പോൾ ചേട്ടായിമാരെ വീണ്ടും പള്ളിയിലേക്ക് പോയിട്ടുണ്ട്. അവിടെ എവിടെയെങ്കിലും CCTV ഉണ്ടെന്നുണ്ടെങ്കിൽ പള്ളിയുടെ അടുത്തൊക്കെ വലിയ വീടുകളല്ലേ, അതുകൊണ്ട് ആ വഴിക്കും കൂടി അന്വേഷിക്കാമെന്ന് കരുതി. റയാൻ അയാളെ നോക്കി മറുപടി പറഞ്ഞു. റയാൻ, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്താലോ? നിങ്ങളെന്താ അത് ചെയ്യാഞ്ഞത്? റോഷൻ സംശയത്തോടെ അവനെ നോക്കി. ഞങ്ങൾ രണ്ടുപേരും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് പോവുക. സമയം കടന്നു പോകുന്തോറും രാത്രിയായിക്കൊണ്ടിരിക്കും. രാത്രിയായ പിന്നെ അന്വേഷണങ്ങളൊന്നും നടക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ വേറെ വഴിക്ക് അന്വേഷിക്കാമെന്ന് കരുതി. റയാൻ പറഞ്ഞതും അവർക്കെല്ലാവർക്കും അത് ശരിയാണെന്ന് തോന്നി. എങ്കിൽ പിന്നെ ഞാനും കൂടി നിങ്ങളുടെ ഒപ്പം വരാം. റോഷൻ പറഞ്ഞതും അവൻ തലയാട്ടി. പപ്പ ഇവിടെ തന്നെ ഉണ്ടാകണം, ഇവർക്ക് കൂട്ടായിട്ട്. റോഷൻ അവൻ്റെ പപ്പയെ നോക്കി പറഞ്ഞു. ഇവിടെ ഉണ്ടാകും, നിങ്ങൾ പെട്ടെന്ന് പോയിട്ട് വാ. എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്തണം, അയാളും പറഞ്ഞു. ശേഷം പാപ്പനും റയാനും റോഷനും കൂടി കാറിൽ അവരെ അന്വേഷിക്കാൻ ഇറങ്ങി. ആ അങ്കിൾ, പിന്നെ ഡോർ അടച്ചേക്ക്. ആര് വന്ന് വിളിച്ചാലും തുറക്കണ്ട. എന്തെങ്കിലും പരിചിതമല്ലാത്തത് തോന്നിയാൽ ഞങ്ങളെ വിളിക്കണം. റയാൻ അയാളെ ഓർമ്മിപ്പിച്ചതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി. റയാൻ, പെട്ടെന്ന് റോഷൻ വിളിച്ചതും അവൻ സംശയത്തോടെ നോക്കി. നിങ്ങൾ ഇവിടുത്തെ CCTV ഒന്ന് നോക്കാൻ ഞാൻ എന്താ? റോഷൻ പറഞ്ഞപ്പോഴാണ് അവനും അതിനെപ്പറ്റി ഓർത്തത്. അത് ശരിയാ, എന്തെങ്കിലും തെളിവ് ചിലപ്പോൾ ഇവിടെ നിന്നും കിട്ടിയാലോ? ഋഷുവും പറഞ്ഞു. അത് കേട്ടതും പെട്ടെന്ന് റയാൻ ഫോൺ എടുത്തു. അവരുടെ വീട്ടിലും ചുറ്റിലും വെച്ചിരുന്ന CCTVയുടെ ഫുട്ടേജുകൾ അവരുടെ എല്ലാവരുടെയും ഫോണിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് തന്നെ അതെടുത്ത് ഓണാക്കി നോക്കി. രാവിലെ 5 മുതൽ അവർ പള്ളിയിലേക്ക് ഇറങ്ങുന്നത് വരെ 1-2 പേർ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ അവിടെയും ഇവിടെയുമായിട്ട് നിൽക്കുന്നതും നടക്കുന്നതും ഒക്കെ കണ്ടു. ഇപ്പോൾ വെൽ പ്ലാൻഡ് ആയിരുന്നു. റോഷൻ അവരെ നോക്കി പറഞ്ഞു. നീ അത് സൂം ചെയ്ത് നോക്ക്, അറിയാവുന്ന മുഖം വല്ലതും ആണോന്ന്. ഋഷി പറഞ്ഞതും അവൻ സൂം ചെയ്ത് നോക്കി. എന്നാൽ പരിചിതമല്ലാത്ത 2 പുരുഷന്മാരായിരുന്നു അത്. എടാ, ഇന്നലത്തെ നോക്കിക്കേ. പാപ്പൻ പറഞ്ഞതും അവൻ തലേന്നത്തെ CCTV ഫുട്ടേജ് നോക്കി. അതിലും അവർ വീടിനെ നിരീക്ഷിക്കുന്നതും മറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ പ്ലാൻഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് പിന്നിൽ ചേച്ചിയുടെ ശത്രുക്കൾ തന്നെയാ. ഒന്നുകിൽ സോണി അല്ലെങ്കിൽ റിൻസി. എന്തായാലും അവരൊറ്റയ്ക്ക് ഇതിനെ ഇറങ്ങി പുറപ്പെടില്ല. തീർച്ചയായിട്ടും അവരെ സഹായിക്കാൻ അവരുടെ പപ്പന്മാരും കൂടെ തന്നെ കാണും. നീ ഇപ്പോൾ തന്നെ ഇത് ചാർലിച്ചാനെ വിളിച്ച് പറ. ഋഷി പറഞ്ഞതും റയാൻ ഫോണെടുത്ത് ചാർലിയെ വിളിച്ചു. അവൻ അപ്പോഴേക്കും പള്ളിയുടെ അടുത്തുള്ള വീടുകളിൽ എത്തിയിരുന്നു. അതിൽ പള്ളിയുടെ പുറകുവശത്തായിട്ട് കാണുന്ന ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. അവരത് പരിശോധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഷീതുവിനെയും കുഞ്ഞിനെയും വാ പൊത്തിപ്പിടിച്ച് പള്ളിയുടെ പുറകുവശത്തുണ്ടായിരുന്ന ആളൊഴിഞ്ഞ ഗേറ്റിലൂടെ അവരെ ഒരു കാറിലേക്ക് കയറ്റുന്നതാണ് ചാർലി കണ്ടത്. ആ കാറിൻ്റെ നമ്പർ വല്ലതും ഉണ്ടോ ചാർലി? ക്രിസ്റ്റി പറഞ്ഞതും അവനത് സൂം ചെയ്ത് നോക്കി. എന്നാൽ നമ്പർ ഒട്ടും വ്യക്തമല്ലായിരുന്നു. അവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് റയാൻ അവനെ വിളിക്കുന്നത്. അവർ കണ്ട കാഴ്ചകളും ചാർലിയോട് പറഞ്ഞു. ഇതിൽ നിന്നൊക്കെ അവർക്ക് ഒരു കാര്യം വ്യക്തമായി. മനഃപൂർവ്വം തന്നെ ആരോ ചെയ്തതാണെന്ന്. റിൻസിയോ സോണിയോ, ഒരുപക്ഷെ 2 പേരും. റയാനും പാപ്പനും റോഷനും കൂടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അവിടെ ചെന്ന് അവളെയും കുഞ്ഞിനെയും കാണാനില്ല എന്ന് പരാതി കൊടുത്തു. അതുമാത്രമല്ല, അവരുടെ കയ്യിലുണ്ടായിരുന്ന ഫൂട്ടേജും ചാർലി എടുത്തതുമായിട്ടുള്ളത് അവിടെ തെളിവായി കൊടുത്തു. അവരുടെ ഭാഗത്തു നിന്ന് അവരും അന്വേഷിക്കാമെന്നും എങ്കിലും കിട്ടിയ അവരെ വിളിച്ചു പറയാമെന്നും ആ പോലീസുകാരൻ പറഞ്ഞു. പക്ഷേ ആ പോലീസുകാരുടെ സംസാരത്തിൽ നിന്നും അവർക്ക് ഈ കേസ് അന്വേഷിക്കാൻ വലിയ താല്പര്യമില്ലാത്തതുപോലെയാണ് പാപ്പനും മറ്റും തോന്നിയത്. ഇനിയൊരു പക്ഷേ ഇതിന് പിന്നിലുള്ളവർ അവർക്ക് കൈമടക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കാമെന്നും അവർക്ക് മനസ്സിലായി. അവരെ ആശ്രയിച്ച് നിൽക്കാതെ നമുക്കും നമ്മുടെ വഴി അന്വേഷിക്കാമെന്ന് റോഷനും പറഞ്ഞു. ചാർലിയുടെ കാർ എങ്ങോട്ടെന്നില്ലാതെ പാഞ്ഞു പോവുകയാണ്. എടാ, നമുക്ക് ആദത്തിൻ്റെ വീട്ടിലേക്കൊന്ന് പോയാലോ? ക്രിസ്റ്റിയോട് സംസാരിച്ചാൽ ചിലപ്പോൾ നമുക്ക്. ക്രിസ്റ്റി പറഞ്ഞു തുടങ്ങിയതും ചാർലിയുടെ ഫോൺ ബെല്ലടിച്ചിരുന്നു. ആരാണെന്നുള്ള സംശയത്തോടെ അവൻ കോളിലേക്ക് നോക്കിയതും ആദമെന്ന് കണ്ടു. അത് കണ്ടവൻ ഫോൺ എടുത്തു. ഹലോ ചാർലി, അവരെ 2 പേരെയും കൊണ്ടുപോയിരിക്കുന്നതിൻ്റെ പിന്നിൽ റിൻസിയും അവളുടെ പപ്പന്മാരും കൂടി ചേർന്നിട്ടാ. അതായത് എൻ്റെ പപ്പയും അവളുടെ പപ്പയും. അവൾക്ക് വേണ്ടിയിട്ടാണ് അവരത് ചെയ്തത്. അവൾക്ക് വേണ്ടി മാത്രമല്ല, സോണിക്ക് വേണ്ടിയും. ആദം വിളിച്ച് സംസാരിക്കുന്നത് കേട്ടതും ക്രിസ്റ്റി കാറ് പെട്ടെന്ന് സൈഡിലേക്ക് ഒതുക്കി. ഇതൊക്കെ നിനക്കങ്ങനെ അറിയാം? ചാർലി സംശയത്തോടെ തിരികെ അവനോട് ചോദിച്ചു. ഞാൻ റിൻസിയോട് ചോദിച്ചിരുന്നു. എനിക്ക് അപ്പോഴേ ഒരു സംശയം തോന്നി ഇതിൻ്റെ പിന്നിൽ അവളായിരിക്കുമെന്ന്. കാരണം ശീതളിന് ശത്രുക്കളായിട്ട് ഇവർ 2 പേരും മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ എവിടെയൊക്കെ കൊണ്ടുപോയതെന്നും എങ്ങോട്ടാണെന്നും ഒന്നും പറയുന്നില്ല. എന്തായാലും അവൾ പറഞ്ഞിട്ട് തന്നെ അവരത് ചെയ്തത്, ആദം പറഞ്ഞു. എന്നിട്ട് അവന്മാരൊക്കെ എവിടെ? നിന്റെ തന്തയും അവളുടെ തന്തയൊക്കെ? അവൻ ദേഷ്യത്തോട് ചോദിച്ചു. അവർ 2 പേരും ഇവിടെ ഇല്ല ചാർലി. എവിടെയാണെന്ന് അറിയില്ല. 2 പേരുടെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണ്. ഞാൻ 2 പേരെയും മാറി മാറി വിളിച്ചു.
ആദം നിസ്സഹായതയോടെ അവനോട് പറഞ്ഞു. അവൾക്കറിയായിരിക്കും അവരെ എങ്ങോട്ടേക്കാ കൊണ്ടുപോയതെന്ന്. ഭാര്യയോട് പറഞ്ഞേക്ക്, അവർക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അവൾ ജീവനോട് ഉണ്ടാവില്ല എന്ന് ചാർലി മുഷ്ടി ചുരുട്ടി പറഞ്ഞു. അവള് പറയുന്നത് അവരെ അവരെ ആർക്കോ വിറ്റു എന്നാ ആദം അവള് പറഞ്ഞത് അവനോട് പറഞ്ഞു. വാട്ട്? അവൻ സംശയത്തോട് ചോദിച്ചു. അതെ ചാർലി, അവൾ അങ്ങനെ തന്നെയാ പറയുന്നത്. ആർക്കോ അവരെ രണ്ടുപേരെയും വിറ്റുവെന്ന്. ആർക്കാണെന്നോ അവരെവിടെയൊക്കെ കൊണ്ടുപോയതെന്നോ അവൾക്ക് അറിയില്ലെന്ന് അവൾ പറയുന്നേ. അതൊക്കെ പപ്പന്മാരാണ് ഡീല് ചെയ്യുന്നതെന്ന്. എനിക്കറിയില്ല ചാർലി, ഇനി അവളെക്കൊണ്ട് എങ്ങനെയാണ് സത്യം പറയിപ്പിക്കേണ്ടതെന്ന്. ഇനിയും ഞാൻ തല്ലി അവൾ ചത്തുപോകും. ആദം നിസ്സഹായതയോടുകൂടി അവനോട് പറഞ്ഞു. എന്റെ പെണ്ണിനോ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ നിന്റെ ഭാര്യ നീ മറന്നേക്കാദം. ചാർലി അത്രയും പറഞ്ഞുകൊണ്ട് അവന്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ഫോൺ വെച്ചു. എന്താടാ അവൻ പറഞ്ഞത്? ക്രിസ്റ്റി സംശയത്തോടെ അവനോട് ചോദിച്ചതും ചാർലി അവൻ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്രിസ്റ്റിയോട് പറഞ്ഞു. ഇനി നമ്മൾ എവിടേക്കാ അന്വേഷിക്കേണ്ടത്? ക്രിസ്റ്റി സംശയത്തോടെ അവനോട് ചോദിച്ചു. എനിക്കറിയില്ലടാ, ചാർലി ദയനീയമായിരുന്നു. ചാർലിയുടെ മമ്മി ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു തുള്ളി വെള്ളം പോലും അവർ കുടിച്ചിട്ടില്ല. ഋഷുവും അവളുടെ മമ്മിയും അവരെ സമാധാനിപ്പിക്കാൻ അവരെ കൊണ്ട് വെള്ളം കുടിപ്പിക്കാനും ഭക്ഷണം കഴിപ്പിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ അവർ ഷീതുവിൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യം പറഞ്ഞ് കരച്ചിലാണ്. കുഞ്ഞിപ്പോൾ എവിടെയായിരിക്കും? അവൾ പാല് കുടിച്ചിട്ടുണ്ടായിരിക്കോ? അവൾക്ക് വിശക്കുമായിരിക്കോ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ ബാക്കിയുള്ളവർക്കും സങ്കടമാകും. പെട്ടെന്നാണ് ഷീതുവിൻ്റെ ഫോൺ നിർത്താതെ ബെല്ലടിക്കുന്നത് കേട്ടത്. അവളുടെ ഫോണാണെന്ന് തോന്നുന്നു മുകളിൽ റിങ് ചെയ്യുന്നത്. ഋഷുവിൻ്റെ പപ്പ പറഞ്ഞതും ഋഷു ആണെന്നുള്ള അർത്ഥത്തിൽ തലയാട്ടി. ശേഷം മുകളിലേക്ക് കയറി കട്ടിലിൽ കിടക്കുകയായിരുന്ന അവളുടെ ഫോൺ എടുത്തു. റിയ ആയിരുന്നു കോളിൽ. ഋഷുവിന് കോൾ എടുക്കണോ വേണ്ടായോ എന്നുള്ള സംശയമായിരുന്നു. കഴിഞ്ഞാൽ ഷീതു എവിടെ പോയെന്ന് അവളോട് പറയും. അവരെ കാണാനില്ലെന്നറിഞ്ഞാൽ അവളുടെ റിയാക്ഷൻ എന്തായിരിക്കും എന്നൊക്കെയായിരുന്നു ഋഷുവിൻ്റെ സംശയം. അവൾ കോൾ എടുക്കാതെ തന്നെ ആ ഫോണുമായിട്ട് താഴേക്ക് ഇറങ്ങി ചെന്നു. അപ്പോഴേക്കും അവളുടെ ഫോണിൽ അടുത്ത കോള് വന്നിരുന്നു. നോക്കിയപ്പോൾ ദേവൻ സാറെന്ന് കണ്ടു. സമയത്ത് തന്നെയാണല്ലോ എല്ലാവരും വിളിക്കുന്നത് എന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവൾ താഴേക്ക് ഇറങ്ങി ചെന്നു. അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും വീണ്ടും പ്രിയ വിളിക്കാൻ തുടങ്ങി. എന്തു ചെയ്യും? ഫോൺ എടുക്കാതിരുന്നാലോ? ഋഷു സംശയത്തോട് ചോദിച്ചു. അവൾക്കറിയാം മോളെ, ഞങ്ങളിപ്പോൾ പള്ളിയിൽ പോയിട്ട് വന്നു കാണുമെന്ന്. അതുകൊണ്ടാണ് മോള് വിളിക്കുന്നത്. എത്രയാണെന്ന് പറഞ്ഞ് നമ്മൾ അവളെ അറിയിക്കാതിരിക്കും. മോള് ഫോൺ എടുക്ക്. ചാർലിയുടെ മമ്മി പറഞ്ഞത് അവൾ ഫോൺ എടുത്തു. ഹലോ, ഋഷു പറഞ്ഞു. ഹലോ ചേച്ചി, അവൾ തിരികെ പറഞ്ഞു. റിയ, ഞാൻ ഋഷുവാ. ആ ചേച്ചിയായിരുന്നോ? ചേച്ചി പള്ളിയിൽ നിന്ന് ഇങ്ങ് വന്നോ അതോ ക്രിസ്റ്റി ചായൻ കൊണ്ടുവന്നോ? റിയ കളിയാക്കുന്നത് പോലെ ചോദിച്ചു. അത് പിന്നെ റിയ, പിന്നെ എനിക്കൊരു കാര്യം. എന്താ ചേച്ചി? എന്തോ ഒരു മുഖവരയൊക്കെ. ഷീതു എവിടെ? ഞാൻ സംശയത്തോട് ചോദിച്ചു. അത് പിന്നെ ഷീതു ചേച്ചി, ഋഷുവിന് അവളോട് അതൊക്കെ എങ്ങനെ പറയണമെന്ന് അറിയില്ലായിരുന്നു. പറഞ്ഞാൽ അവൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്നതായിരുന്നു ഋഷുവിൻ്റെ സംശയം. എന്താ ചേച്ചി, എനിക്ക് പേടിയാവുന്നു. എന്താണേലും കാര്യം പറ ചേച്ചി, റിയ വീണ്ടും പറഞ്ഞു. റിയ, പിന്നെ നീ ബഹളമൊന്നും വെക്കരുത്. അത് ചേച്ചിയും കുഞ്ഞിനെയും കാണുന്നില്ല, ഋഷു പറഞ്ഞു. എന്താ? എൻ്റെ ചേച്ചി, എൻ്റെ ഷീതു, അവരെവിടെ പോയി? കാണുന്നില്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ? അവൾ സംശയത്തോട് ചോദിച്ചു. അത് പിന്നെ ഋഷു ഉണ്ടായ സംഭവങ്ങളൊക്കെ അവളോട് പറഞ്ഞു. ചാർലി ചായനൊന്നും അന്വേഷിച്ചില്ലേ? എൻ്റെ ചേച്ചി എവിടെ പോയതാ? അവൾ കരയാൻ തുടങ്ങി. നീ കരയാതിരിക്കുക, ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ വഴിക്ക് അന്വേഷിക്കുന്നുണ്ട്. ഉടനെ തന്നെ അവരെ കണ്ടെത്തും. നീ വിഷമിക്കാതിരിക്കുക, അവൾ സമാധാനപ്പെടുത്തി. ഞാൻ അങ്ങോട്ട് വരട്ടെ ചേച്ചി? റിയ പെട്ടെന്ന് അവളോട് പറഞ്ഞു. ഇത്രയും ദൂരം നീ വരാനോ? അവരെ കണ്ടെത്തും, നീ സങ്കടപ്പെടാതെ. എല്ലാവരും അവരെ അന്വേഷിക്കുന്നുണ്ട്. എന്തെങ്കിലും വിവരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഋഷു പറഞ്ഞതും റിയ ഓക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു. അവൾക്ക് സമാധാനം വരുന്നുണ്ടായിരുന്നില്ല. അവൾ ഉടനെ തന്നെ റയാനെ വിളിച്ചു. അവനും അവളെ മാക്സിമം സമാധാനപ്പെടുത്തിയാണ് ഫോൺ വെച്ചത്. ചാർലി റയാനെ വിളിച്ചിട്ട് ആദം പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവരറിഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിരുന്നു. എന്നാൽ അതൊക്കെ അവരുടെ ലാഘവത്തോടെ മാത്രമാണ് കാണുന്നതെന്ന് റയാന് തോന്നി. ചാർലി നേരെ പോയത് ആദത്തിൻ്റെ അടുത്തേക്കാണ്. അവൻ ചെന്ന് കോളിംഗ് ബെൽ അടിച്ചതും ആദമാണ് വന്ന് ഡോറ് തുറന്നു കൊടുത്തത്. അവളെവിടെ? ചാർലി ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. മുറിയിലുണ്ട്, അവൻ പറഞ്ഞുകൊണ്ട് അവരോടൊപ്പം മുറിയിലേക്ക് ചെന്നു. മുറി തുറന്നു കൊടുത്തതും അവൾ നിലത്തൊരു ഭ്രാന്തിയെപ്പോലെ കുത്തിയിരിക്കുന്നതാണ് ചാർലി കണ്ടത്. റിൻസി, ദേഷ്യത്തോടെ വിളിച്ചു ചാർലി. അവൾ മുഖമുയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി. ശേഷം പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. എവിടേക്കാണ് നിങ്ങളവരെ കൊണ്ടുപോയത്? എനിക്കറിയണം റിൻസി. എൻ്റെ അടുത്തേക്ക് വന്നതിന് ശേഷം നിന്നെ ശല്യം ചെയ്യാൻ അവർ രണ്ടുപേരും വന്നിട്ടില്ല. ഒരു അധികാരവും അവകാശവും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ നീ ഇതൊക്കെ ചെയ്തത്? എനിക്ക് സ്വന്തമെന്ന് പറയാൻ അവൾ മാത്രമേ ഉള്ളൂ. അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നീയും നിൻ്റെ അപ്പനും ജീവനോടെ ഉണ്ടാവില്ല. ചാർലി അവൾക്ക് നേരെ കൈ ചൂണ്ടി പറഞ്ഞു. ആദം അവളെ നല്ലതുപോലെ തല്ലിയിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അവളുടെ കവളിലൊക്കെ അവൻ്റെ കൈപ്പാടുകളായിരുന്നു. എനിക്ക് പെണ്ണുങ്ങളെ തല്ലി ശീലമില്ല. ഞാനും കൂടി തല്ലിയാൽ നീ ചത്തുപോകുകയുള്ളൂ. അതുകൊണ്ട് നിനക്കറിയാവുന്ന എന്താണെന്ന് വെച്ചാൽ ഞങ്ങളോട് പറ. അവളോ കുഞ്ഞോ നിനക്ക് യാതൊരു ശല്യത്തിനും വന്നിട്ടില്ലല്ലോ റിൻസി. പിന്നെ എന്തിനാ നീ ഇങ്ങനെ അവളുടെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നത്? അവൻ ദയനീയമായി ചോദിച്ചു. അവൾ എൻ്റെ അടുത്തൊന്നിനും വന്നിട്ടില്ല, ശരിയാ. പക്ഷെ അവൾ കാരണം എന്നും എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. ഞാൻ ആഗ്രഹിച്ച സ്ഥാനങ്ങൾ, ഞാൻ ഒരുപാട് പ്രണയിച്ച ആളിനെ പോലും.
അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നോ അന്ന് മുതൽ എനിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഉള്ളു തുറന്ന് ഞാൻ സന്തോഷിച്ചിട്ട് പോലുമില്ല. സ്കൂളിലും പള്ളിയിലും എല്ലാത്തിനും അവളായിരുന്നു ഒന്നാം സ്ഥാനം. ടീച്ചേഴ്സിന് പോലും പ്രിയപ്പെട്ടവൾ അവളാ. എല്ലായിടത്തും അവളുടെ പേര് മാത്രമാണ് കേൾക്കുന്നത്. ദേ ഇയാള് പോലും അവളെയല്ലേ പ്രണയിച്ചത്, അവളെയല്ലേ സ്വന്താക്കാൻ ആഗ്രഹിച്ചത്. അതിന് മാത്രം എന്ത് യോഗ്യത അവൾക്കുള്ളത്? എനിക്കെന്താ യോഗ്യത കുറവുള്ളത്? കല്യാണം കഴിഞ്ഞിട്ട് ഇന്നും അവളുടെ പുറകെ നടക്കുകയാണ് ഇയാള്. അവളും ഇയാളുടെ കുഞ്ഞും ജീവനോടിരിക്കുന്ന കാലത്തോളം എനിക്ക് ഒരു സന്തോഷം കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിതൊക്കെ ചെയ്തത്. അവൾ വാശിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അപ്പോൾ അവളും കുഞ്ഞും നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാൽ ഇവൻ നിന്നെ സ്നേഹിക്കുന്നതാണോ നീ കരുതിയത്? അതിൽ നിനക്ക് ഉറപ്പുണ്ടോ? ചാർലി തിരികെ അവളോട് ചോദിച്ചു. എന്നാൽ അവൾ അതിന് ഉത്തരവൊന്നും പറഞ്ഞില്ല. ആണ് ഇതിൻ്റെ പിന്നിലെന്ന് അറിഞ്ഞിട്ടും നിന്നെ സ്നേഹിക്കുമോ ഇവൻ? നഷ്ടപ്പെട്ടതൊക്കെ നിനക്ക് തിരിച്ചു കിട്ടുമോ? അവൻ വീണ്ടും ചോദിച്ചു. എന്നാൽ അവൾ അതിനും മറുപടി ഒന്നും തന്നെ പറഞ്ഞില്ല. ജിൻസി, നീ പോയി ചെയ്തു കൂട്ടുന്നത് നിനക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. പക്ഷെ ഞങ്ങൾക്ക് ഒരുപാടുണ്ട്. എനിക്കവളെ അത്രയ്ക്ക് ഇഷ്ടമാണ്. അവൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൈകടത്താൻ വരില്ല. പിന്നെ എൻ്റെ കുഞ്ഞ് അവകാശവാദങ്ങളുമായിട്ട് അവൻ വരാത്ത കാലത്തോളം ആ കുഞ്ഞും വരില്ല നിങ്ങൾക്കിടയിലേക്ക്. അവളും കുഞ്ഞും നിനക്കൊരു ബാധ്യതയായി തോന്നിയെങ്കിൽ അത് അവളുടെ തെറ്റല്ല, ഇവൻ്റെ തെറ്റാ. അവകാശങ്ങൾ നിഷേധിച്ചതിന് ശേഷം ഇപ്പോൾ ഇവൻ എന്തിനാ അവരെ തിരക്കി വരുന്നത്? അതുകൊണ്ട് മാത്രമല്ലേ നിനക്ക് അവളോട് ദേഷ്യം തോന്നാനുള്ള കാരണം? അവരതിൽ എന്ത് തെറ്റാ ചെയ്തത്? ഞങ്ങളൊക്കെ എന്ത് തെറ്റാ ചെയ്തത്? അവർക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും സംഭവിച്ചാൽ നഷ്ടമാകുന്നത് ഞങ്ങൾക്കാണ്, അതിലുപരി എനിക്കാ. പ്ലീസ്, അവളെയും കുഞ്ഞിനെയും കാണാതെ ഞങ്ങൾ ഓരോരുത്തരും വിഷമിച്ചിരിക്കുക. ഞാൻ നിന്റെ കാല് പിടിക്കാം. ദയവ് ചെയ്ത് നീ എന്നോട് പറ, അവരെവിടേക്കാണ് കൊണ്ടുപോയതെന്ന്. അവൻ കൈകൂപ്പി യാചിക്കുന്നത് പോലെ അവളോട് ചോദിച്ചു. എനിക്കറിയില്ല, അവരെ എവിടേക്കാണ് കൊണ്ടുപോയെന്ന് എനിക്കറിയില്ല. ബാംഗ്ലൂരിലും ചെന്നൈയിലുമായിട്ടുള്ള 2 പേർക്ക് അവരെ വിറ്റത്. അതിവിടുത്തെ പപ്പയ്ക്ക് മാത്രമേ അറിയുള്ളൂ. 2 പേരെയും 2 സ്ഥലത്തായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അവരെ കൊണ്ടുപോയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എല്ലാം ഇവിടുത്തെ പപ്പയുടെയും എൻ്റെ പപ്പയുടെയും തീരുമാനം മാത്രമാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. അവൾ അവരെ നോക്കി മറുപടി പറഞ്ഞു. അത് കേട്ട് ചാർലിക്ക് ദേഷ്യം ഇരച്ചു കയറി. അവൻ മുഷ്ടി ചുരുട്ടി തൻ്റെ ദേഷ്യത്തെ നിയന്ത്രിച്ചു. ക്രിസ്റ്റിക്കും അതേ അവസ്ഥ തന്നെയായിരുന്നു. എന്നാൽ അവളെ ഉപദ്രവിക്കാൻ അവർക്ക് അധികാരമില്ലാത്തത് കൊണ്ട് തന്നെ അവരതിന് മുതിർന്നില്ല. എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നിന്ന ആദം അവളുടെ അടുത്തേക്ക് ദേഷ്യത്തോടെ പോകാൻ തുടങ്ങി. എന്നാൽ ചാർലി അവനെ ബലമായി തടഞ്ഞു. നിനക്ക് ഒരു അധികാരവും ഇല്ല അവളെ ഉപദ്രവിക്കാൻ. അവളെ സ്നേഹിക്കാൻ നിനക്ക് കഴിയില്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും നീ അവളെ വിവാഹം കഴിക്കരുതായിരുന്നു. പക്ഷെ നീ അത് ചെയ്തില്ല. സ്നേഹിച്ച പെണ്ണിനെ തള്ളിപ്പറഞ്ഞ അവളുടെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ച നീ ഇവളെ വിവാഹം കഴിച്ചത് പണത്തിന് വേണ്ടി മാത്രമായിരുന്നു. നിന്റെ പണവും നിന്റെ അപ്പൻ്റെ ബ്രെയിൻ വാഷും കൂടിയായപ്പോൾ നീ സ്വമേധയെ തിരിഞ്ഞു. എന്നിട്ടെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവളെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന എന്തർത്ഥത്തിലാ? നീ എത്ര നല്ലവൻ ചമഞ്ഞാലും നിന്റെ ഉള്ളിൽ ആ നിമിഷം ഉണ്ടായിരുന്നത് എന്താണെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം. ഒരു നിമിഷമെങ്കിലും നീ അവളെ തള്ളിക്കളഞ്ഞില്ല എന്ന് നിനക്ക് പറയാൻ കഴിയോ? ഇവൾ ചെയ്തു കൂട്ടിയ പ്രവൃത്തിയുടെ പേരിൽ മാത്രമാണ് നീ ഇവളെ വിവാഹം കഴിച്ചതെന്ന് മനസ്സിൽ തൊട്ട് നിനക്ക് പറയാൻ പറ്റുമോ? ചാർലി തിരികെ അവനോട് ചോദിച്ചതും അവന് മറുപടി ഒന്നും തന്നെ ഇല്ലായിരുന്നു. എനിക്കറിയാം നിനക്കതിനൊരിക്കലും കഴിയില്ല എന്ന്. കാരണം സത്യം അതാ. പിന്നെ എന്തർത്ഥത്തിലാണ് നീ ഇവളെ ഇപ്പോൾ ഉപദ്രവിക്കുന്നത്? സ്വയം കുറ്റബോധം ഉണ്ടായപ്പോഴല്ലേ നീ നിന്റെ കുഞ്ഞിനെ തിരക്കി വന്നത്? ഒരു കാര്യം നീ മനസ്സിൽ വെച്ചോ ആദം, ഇപ്പോൾ ഇവൾ ചെയ്തു കൂട്ടിയ പ്രവൃത്തികളും നിന്റെ ജീവിതത്തിലുണ്ടായ എല്ലാ കാര്യങ്ങളും നീ തന്നെ വരുത്തി വെച്ചതാ. ബാക്കിയുള്ളവരെയൊക്കെ അതിൽ ബലിയാടുകൾ മാത്രമാണ്. ചാർലി അവന് നേരെ കൈ ചൂണ്ടി. ആദം ഒന്നും തന്നെ മിണ്ടാതെ നിന്നു. നിന്റെ പപ്പയൊന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവരുപയോഗിക്കുന്ന വേറെ എന്തെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ നീ പറ, ഞങ്ങൾക്കറിയണം അവരെവിടെയാണെന്ന്. ചാർലി അവളെ നോക്കി പറഞ്ഞു. എനിക്കറിയില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്ന കാര്യം എന്നോട് പറഞ്ഞിരുന്നു. അവളെയും കുഞ്ഞിനെയും നാട് കടത്തിയതിന് ശേഷം മാത്രമേ അവർ തിരികെ വരുള്ളൂ എന്നും എന്നോട് പറഞ്ഞു. അതുകൊണ്ട് എന്ന് വരുമെന്നും എപ്പോൾ വരുമെന്നും എനിക്കറിയില്ല. അവൾ വീണ്ടും അവരെ നോക്കി പറഞ്ഞു. ചാർലിയും ക്രിസ്റ്റിയും നിസ്സഹായതയോടു കൂടി അവിടെ ഇരുന്നു. കാരണം അവർക്ക് 2 പേർക്കും ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അപ്പോഴേക്കും ഉച്ച കഴിഞ്ഞിരുന്നു. വൈകിട്ടാകാൻ തുടങ്ങി. രാത്രിയാകും തോറും അവരുടെ എല്ലാം ഉള്ളിൽ ഭയം നിറഞ്ഞു. പെട്ടെന്നാണ് അവൻ്റെ ഫോണിലേക്ക് ദേവൻ വിളിക്കുന്നത്. അവളെ വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല എന്ന് അവന് തോന്നി. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ തൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നതെന്ന് ചാർലിക്ക് മനസ്സിലായി. ഫോൺ എടുക്കണോ വേണ്ടായോ എന്നുള്ള സംശയത്തോടെ നിന്നു ചാർലി. ആയാലും അയാളോട് കാര്യങ്ങളൊക്കെ പറയണ്ടേ എന്ന് കരുതി അവൻ ഫോൺ എടുത്തു. പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് നാളത്തെ സംഭവം ഓർമ്മ വന്നു. നാളെയാണ് DNA റിസൾട്ട് വരുന്നത്. പക്ഷെ അവളാണ് അയാളുടെ മകളെങ്കിൽ അവൻ മനസ്സിൽ ഓരോന്നും ചിന്തിച്ചുകൊണ്ടിരുന്നു. ഫോൺ ബെല്ലടിക്കുന്നത് കേട്ട് ചാർലി ഫോൺ എടുത്ത് ചെവിയിലേക്ക് വെച്ചു. ചാർലി, നിങ്ങളാരും വീട്ടിലില്ലേ? പള്ളി നിന്നും ഇതുവരെ വന്നില്ലേ? എടുത്ത പാടെ അയാൾ സംശയത്തോട് ചോദിച്ചു. അവളെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാണ് അവനോട് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് അവന് മനസ്സിലായി. സർ, പിന്നെ അവന് ശരിക്കും പറഞ്ഞാൽ എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. അത്രയും തളർന്നു പോയിരുന്നു ചാർലി. ഒരു പക്ഷെ അവളെയും കുഞ്ഞിനെയും കണ്ടെത്താൻ തനിക്ക് സാധിക്കില്ലേ എന്ന് പോലും അവൻ മനസ്സിൽ ചിന്തിച്ചു. അവൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കിയ ക്രിസ്റ്റി അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി. സർ, അവളെയും കുഞ്ഞിനെയും രാവിലെ മുതൽ കാണുന്നില്ല. ക്രിസ്റ്റി പറഞ്ഞതും അയാൾ ഞെട്ടിപ്പോയി. എന്താ അവർക്ക് പറ്റിയേ? അവരെവിടെയൊക്കെ പോയത്? അയാൾ വെപ്രാളത്തോട് ചോദിച്ചു. ക്രിസ്റ്റി ഉണ്ടായ സംഭവങ്ങളൊക്കെ അയാളോട് പറഞ്ഞു. എല്ലാം കേട്ടും അയാൾ കട്ടിലിലേക്ക് ഇരുന്നു പോയി. ശരീരം തളർന്നു പോകുന്നത് പോലെ അയാൾക്ക് അനുഭവപ്പെട്ടു. ഒന്ന് തന്നിൽ നിന്നും പറിച്ചെടുക്കുന്ന ഒരു വേദന അയാൾക്കുണ്ടായി. എന്നാൽ മറ്റൊരിടത്ത് അവൾ അബോധാവസ്ഥയിൽ നിന്നും ബോധത്തിലേക്ക് വന്നു. കണ്ണുകൾ മെല്ലെ ചിമ്മി തുറന്നു.
തൻ്റെ കൈകളും വായുമൊക്കെ കെട്ടിയിട്ടിരിക്കുന്ന അവസ്ഥ. എന്താണ് സംഭവിച്ചതെന്ന് ഓർത്തെടുക്കാൻ അവൾക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. എൻ്റെ കുഞ്ഞ്, അവൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കണ്ണുകൾ വലിച്ചു തുറന്നു. ഇരുട്ട് നിറഞ്ഞ ഒരു മുറി. ആരുടെയൊക്കെയോ സംസാരം അവളുടെ കാതിൽ കേട്ടു. എന്നാൽ ഇസുവിനെ അവിടെ എങ്ങും കാണാൻ അവൾക്ക് കഴിഞ്ഞില്ല.